ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നല്ല രീതിയിൽ തന്നെ വിരുന്നുണ്ടാൻ പോയിട്ട് ശ്രീദേവി ആനന്ദും അവിടെ നിന്ന് ഇറങ്ങാട്ടോ. എല്ലാവർക്കും യാത്രയൊക്കെ പറഞ്ഞാണ് ഇറങ്ങണ. സന്തോഷത്തോടു കൂടി തിരിച്ചവർ ദേവമംഗലത്തേക്ക് വരികയാണ്. ഇതേ സമയം തന്നെ കൃഷ്ണമംഗലത്ത് നിന്നും കൊണ്ട് നമ്മുടെ രാജശ്രീയോട് അമ്മ പറയുന്നുണ്ട്, മോളെ രാജശ്രീ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ അമ്മയ്ക്ക് ഇത്ര സംസാരിക്കാനുള്ളത്? അല്ല മോളെ, അപ്പുറത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ? ഓരോന്നായി നല്ല പടിയായി നടന്നു വരുന്ന കണ്ടില്ലേ? ഇപ്പോൾ ദേ അവിടെ ആനന്ദിൻ്റെ കല്യാണവും കഴിഞ്ഞു. ആ കുട്ടിയും കൊണ്ട് ഇന്ന് വിരുന്നിന് പോയി എന്നാണ് തോന്നണേ. ഓ, അത് ശരി. അമ്മയ്ക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. അയൽവക്കത്തുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ എനിക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റാണ്. അതല്ല, നമ്മൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം, ചില കാര്യങ്ങളൊക്കെ മറക്കുകയും വേണം. എന്നിട്ട് പഴയ പോലെ നമുക്ക് അവരുമായിട്ട് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വരുത്തിച്ച് നമുക്കും അവനെ വീട്ടിൽ വിളിച്ചിട്ട് ഒരു വിരുന്നൊക്കെ കൊടുത്താലോ എന്ന് പറയാം കേട്ടോ. രാജശ്രീക്ക് ഇതുപോലൊരു ദേഷ്യമില്ല. വിരുന്ന് കൊടുക്കാനോ? അമ്മയുടെ മനസ്സ് കൊള്ളാമല്ലോ. അമ്മ വളഞ്ഞിങ്ങനെ മൂക്കിൽ പിടിച്ചപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഒരു കാര്യം പറയാനാണെന്ന്. അല്ല മോളെ, അവിടെ ഗോമതി അവളെ അതും നമ്മുടെ തന്നെ വീടല്ലേ എന്ന് പറയാട്ടോ. ഓ, നമ്മുടെ തന്നെ വീടോ? പണ്ട് ഗോമതി ഇവിടുന്ന് എല്ലാവരെയും ഇട്ടേച്ച് ആ ബാലിൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ തുടങ്ങിയ ശത്രുതയാണല്ലോ ഇത്. ഞാനൊക്കെ ഇവിടെ കെട്ടി വരുന്നതിന് മുന്നേ ഉള്ള ശത്രുതയാണ്. അന്നേരം അമ്മയ്ക്ക് ഈ ശത്രുതയൊക്കെ അന്ന് മറക്കാൻ പറ്റിയോ? ഇന്നെങ്ങനെ മറക്കാൻ പറ്റുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മോളെ, കാലങ്ങൾ കഴിയുമ്പോഴും പ്രായമാകുമ്പോഴും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കൂലേ? കുറേ കാര്യങ്ങളൊക്കെ ക്ഷമിച്ചും വിട്ടുകൊടുത്തുമൊക്കെ ജീവിക്കണം. എന്നാലേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ സന്തോഷത്തോടുകൂടെ. ആണോ? എന്നാൽ അങ്ങനെ ഒരു സന്തോഷത്തോടുള്ള ജീവിതം ഇവിടെ വേണ്ട. അങ്ങനെ ആരെയും വിരുന്നിന് ഇങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വിരുന്നല്ല അവർക്ക് കൊടുക്കാൻ പോണത്, ഞാൻ അടിയന്തരമാണ് കൊടുക്കാൻ പോണത്. അടിയന്തരം നോക്കിക്കോ, എല്ലാത്തിനും ഞാൻ കണ്ണീര് കുടിപ്പിക്കും. പിന്നെ അലോക് വെറുതെ ഇരിക്കുന്നൊന്നും വിചാരിക്കണ്ട. അലോകിൻ്റെ കൈക്കരുത്ത് കാണാൻ പോകുന്നതേ ഉള്ളൂ. നോക്കിക്കോ, എല്ലാത്തിനും ശരിയാക്കും. ആനന്ദിനെ ഞാൻ കണ്ണീര് കുടിപ്പിക്കും. എല്ലാത്തിനും അവിടെ വിരുന്നിന് പകരം ഞാൻ കൊടുക്കാൻ പോണതേ അടിയന്തരം. 16 അടിയന്തരത്തിന് ആഹാരം കൊടുക്കൂലേ, അതാണ് ഞാൻ അവിടെ കൊടുക്കാൻ പോണത്. അമ്മ നോക്കിക്കോ. വന്നേക്കണം ഒരു സപ്പോർട്ടും കൊണ്ട്, മോളെ സപ്പോർട്ട് ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ച് ഞങ്ങൾ എൻ്റെ മോൻ്റെ ജീവിതം കൂടെ ആക്കി വെച്ചതും പോരാ, അതൊന്നും അവർക്കൊരു വിഷമവും ഇല്ല. സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കണോ എന്നും പറഞ്ഞും കൂടെ രാജശ്രീ അവിടെ നിന്ന് പോവാട്ടോ. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. ദേവമംഗലത്തിൽ നിന്ന് കണക്കുകളൊക്കെ നോക്കുകയാണ്. കല്യാണ ചിലവിൻ്റെയും കാര്യങ്ങളൊക്കെ ബാലിനെ എങ്ങനെ നോക്കിയിട്ടും കണക്കങ്ങോട്ട് ശരിയാവണമില്ല. കാരണം ഒത്തിരി ചിലവായല്ലോ. അപ്പോൾ ഗോമതി അങ്ങോട്ട് കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ബാലേട്ടാ ശരിയാകുന്നില്ലേ കണക്കുകൾ? അതെ, കല്യാണത്തിൻ്റെ കണക്കുകളാണ്, ഒന്നും അങ്ങോട്ട് ശരിയാവണേ ഇല്ല. അപ്പോൾ ഒരുപാട് കണക്കുകളും ചിലവുകളും ആയിപ്പോയില്ലേ? അപ്പോൾ ഗോമതി പറയാ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഒരുപാട് ആഡംബരവും ചിലവൊന്നും വേണ്ട, സിമ്പിളായിട്ട് നടത്തിയാൽ മതിയെന്ന്. ബാലേട്ടൻ്റെ നിർബന്ധപ്രകാരമാണ് ഇപ്പോൾ ഇത്രയൊക്കെ ആക്കി വെച്ചതെന്ന് പറയുമ്പോൾ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നല്ല രീതിയിൽ കല്യാണം നടത്തണമെന്നും ഇങ്ങനെയൊക്കെ നടത്തണമെന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. അല്ലെങ്കിലും സാധാരണക്കാർ ഒരു വീട് പാലുകാച്ചോ കല്യാണമോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ മൊത്തം തകരാറിലാവും എന്ന് പറയണത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാശില്ലാത്തവൻ ഇങ്ങനെയൊക്കെ തന്നെ എന്ന് ബാലൻ പറയാട്ടോ. അപ്പോൾ ഗോമതി പറയണ, ബാലേട്ടാ ഇനി പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ആലോചിച്ചിരിക്കുന്നതിനേക്കാളും വെറുതെ നമ്മൾ വിഷമിപ്പിക്കില്ല, വെറുതെ നമ്മുടെ മനസ്സിലെ വിഷമം എന്തിനാണ് വരുത്തുന്നത്? കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, നല്ല രീതിയിൽ എല്ലാം കഴിഞ്ഞല്ലോ, ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. പിന്നെ ആര്യൻ ഇതുവരെ വന്നില്ലല്ലോ എന്ന് ബാലൻ ചോദിക്കട്ടോ. അതെ, ആര്യനും ഇത്ര ഇതുവരെ എത്തിയില്ലല്ലോ, മറ്റേ 2 പേരും എത്തിയിട്ടുണ്ട്. ശരി, അവിടെ ഇപ്പോൾ എന്താ കാര്യമൊന്നും അറിയില്ലല്ലോ താമസിക്കുന്നതെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോഴാണ് ശ്രീദേവിയുടെ റൂമിൽ ആനന്ദിനോട് ശ്രീദേവി ഓടി വന്ന് പറയാം, എന്താ ആനന്ദേട്ടാ യാത്രയൊക്കെ കഴിഞ്ഞു വന്ന് ക്ഷീണിച്ചോ? പിന്നല്ലാണ്ട് അവിടെ അത്രയ്ക്ക് ഹെവി ആയിരുന്നില്ലേ ഫുഡും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ കഴിച്ചിട്ടാന്ന് പറയാം. എങ്ങനെയുണ്ട് കൊണ്ടുവന്ന പായസമൊക്കെ അവിടെ അച്ഛനും അമ്മയ്ക്കൊക്കെ നീ കൊടുത്തോ? അമ്മ കുടിച്ചു, ഇനി അച്ഛന് കൊടുക്കണം, അച്ഛനിപ്പം വന്നതേ ഉള്ളൂ, കൊടുക്കാം. പിന്നെ ആനന്ദേട്ടൻ വേറെ എനിക്ക് ഇപ്പോൾ ഇന്ന് പോയപ്പോഴേ ആഭരണങ്ങളെല്ലാം ഇട്ടുകൊണ്ട് പോവേണ്ടതായിരുന്നു എന്ന് പറയാം കേട്ടോ. അതെന്തിനാടി? അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് എല്ലാം കൂടെ വലിച്ചു വാരി ആരും ഇടില്ല. അതല്ല, എല്ലാം അമ്മയെ ഏൽപ്പിക്കാൻ പറഞ്ഞു, അതുകൊണ്ടാണ്. അമ്മയെ ഏൽപ്പിക്കണം എന്തിനാ? ഇവിടെ വെച്ചാൽ പോരെ? അതല്ല, അമ്മയ്ക്കാണെങ്കിൽ സ്വന്തമായിട്ട് ലോക്കറൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയി വെക്കാമല്ലോ, കള്ളന്മാരെ പേടിക്കുകയും വേണ്ട. ഇനി പോകുമ്പോൾ ആഭരണങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോട്ടെ. ശരി, നീ ഇട്ടുകൊണ്ട് പോക്കോ എന്ന് പറയട്ടോ. എന്നിട്ട് ആനന്ദിനോട് പറയുന്നുണ്ട്, അതെ മീനാക്ഷി ചേച്ചി എന്താ കൂടെ വരാത്ത നമ്മുടെ കൂടെയും ചോദിക്കുക. അവൾക്ക് എന്തോ ജോലി തിരക്കല്ലേ, ഇപ്പം തന്നെ ഒത്തിരി ലീവൊക്കെ എടുത്തില്ല, അതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളെ വീട്ടിൽ വരാൻ താല്പര്യമില്ലെന്നാണ് തോന്നണേ. അങ്ങനെയൊന്നുമില്ല, അവൾ എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി തുറന്നു പറയുന്ന ഒരു കുട്ടിയാണ്, അവൾക്ക് അങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല. അതല്ല, ഞാൻ രാവിലെ ഇഡലിയൊക്കെ ഉണ്ടാക്കി അച്ഛന് കൊടുത്തില്ലേ, അച്ഛനെ എന്നെ ഒരുപാട് പ്രശംസിച്ചായിരുന്നു. അപ്പോൾ അതൊന്നും ഈ മീനാക്ഷി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് തോന്നണേ. രാവിലെ ഞാൻ ആകാശിന് ചായ കൊടുക്കാമെന്ന് പറഞ്ഞ് ആകാശിൻ്റെ അങ്ങോട്ട് പോയി റൂമിൻ്റെ അവിടെ നിന്നപ്പോൾ അവർ രണ്ടുപേരും കൂടെ എന്തോ സംസാരിക്കണു, എന്നെ പറ്റിയാ. എന്നെ കണ്ടതും ടപ്പേന്ന് അങ്ങ് നിർത്തി കളഞ്ഞു എന്ന് പറയാം.
അങ്ങനെയൊന്നും നീ ചിന്തിക്കല്ലേ, അങ്ങനെയുള്ള സ്വഭാവക്കാരല്ല അവർ രണ്ടുപേരും, അതൊന്നും നീ ശ്രദ്ധിക്കാൻ പോകണ്ട കേട്ടോ. ആ ശരി, ഇല്ല ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് വെളിയിലോട്ട് വരുമ്പോഴാണ് ഇവിടെ ബാലൻ വന്ന് ഇവർ സംസാരിക്കണം കേട്ടോ. ഒരു പായസം എടുത്തിട്ട് ഓടി വരുക. അച്ഛാ, ബാലച്ചാ, ദേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇടുന്ന പായസ, ഇതൊന്ന് കുടിച്ചേന്ന് പറയാട്ടോ. അങ്ങനെ അത് കൊടുത്തിട്ട് ബാലൻ അങ്ങ് പ്രശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ എന്ത് നല്ല പായസം, ഇതുപോലൊരു പായസം ഞാൻ കുടിച്ചിട്ടില്ല, അത്ര നല്ല ടേസ്റ്റ്, മോളുണ്ടാക്കിയതാണോ, മോളുടെ കൈപ്പുണ്യം അത്ര നല്ലതാണല്ലോ എന്നൊക്കെ ശ്രീദേവിയെ പൊക്കി പറയാട്ടോ. അപ്പോൾ ഗോമതിക്ക് ഇതൊന്നും പിടിക്കണില്ല. എന്നിട്ട് ഗോമതിയോട് പറയാം, ഗോമതി ഇനി മോള് വീട്ടിൽ പോകുമ്പോൾ ഈ പായസത്തിൻ്റെ ചേരുവകൾ എന്താണെന്ന് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇനി അടുത്ത് നീ ഒരു പായസം ഉണ്ടാക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ഗോമതിക്ക് നല്ല ദേഷ്യം വരിക. അപ്പോൾ ഉടനെ ശ്രീദേവി പറയാം, അച്ഛന് ഏത് പായസം ഇഷ്ടം, അരി പായസമോ കടല പായസമോ പാൽ പായസമോ ഏത് വേണമെങ്കിലും ഞാൻ ഇട്ടുതരാമെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഗോമതി പറയണം, മതി ഞാൻ ബാലേട്ടാ ആര്യനെ കുറിച്ച് അന്വേഷിക്കണ്ടേ, ആരും ഇത്ര നേരം വന്നില്ലല്ലോ. ആണോ, ആര്യം വന്നില്ലല്ലേ, ഇവരിങ്ങനെ ഒറ്റയ്ക്കാണോ എല്ലാവരും വരികയും ചെയ്യുന്നതെന്ന് പറയാം. അങ്ങനെയൊന്നുമില്ല, ഇന്നിപ്പോൾ കാറിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ ബൈക്കിൽ വന്നത് എന്ന് ഗോമതി പറയുന്നത് നിൽക്കുമ്പോഴാണ് ആര്യനും മിത്രയും കയറി വരുന്ന കേട്ടോ. മിത്ര വന്നുകൊണ്ട് ഇവനെ തളർന്നങ്ങ് വീഴാണ്. അങ്ങനെ ഓടിച്ചെന്ന് പിടിക്കുന്നുണ്ട് എല്ലാവരും കൂടെ. എന്ത് പറ്റി മിത്ര, എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ആ സോഫയിലേക്ക് പിടിച്ചിരുത്താട്ടോ. അപ്പോൾ ബാലനും ചോദിക്കുന്നുണ്ട് എന്താ പറ്റുന്നത്. അത് വെയിലത്ത് പോയതല്ലേ ബൈക്കിലൊക്കെ, വെയിൽ കൊണ്ട് തളർന്നതാന്ന് പറയാം കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ആര്യന് കുറച്ച് വഴക്ക് അങ്ങോട്ട് കൊച്ചു കൊടുക്കട്ടെ. ബാലൻ, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവളെ വണ്ടിയിൽ പോകണ്ട, കാറിൽ കൊണ്ടുപോയാൽ മതി, അല്ലെങ്കിലും നീ ഇത്തിരി വെയിൽ കൊണ്ടെന്ന് പറഞ്ഞ് നിനക്കൊന്നും വരാനില്ല. അവളെ മുഖം കണ്ടില്ലേ, കറുത്ത് കരുവാളിച്ചിരിക്കുന്നത്, എന്നിട്ട് കാട്ടിക്കൂട്ടിയിട്ട് വന്നേക്കുന്നു. അയ്യോ വഴക്ക് പറയല്ലേ അച്ഛാ, പോട്ടെ അച്ഛാ, അല്ലെങ്കിലും അവരവിടെ വീട്ടിൽ വന്നപ്പോഴും താമസിച്ചാ വന്നത് എന്നൊക്കെ ഇങ്ങനെ ശ്രീദേവി പറയാം. ആര്യനൊന്നും പറയല്ലേ എന്ന് പറയണം കേട്ടോ. ആര്യനെ എങ്ങനെ പറയാതിരിക്കും മോളെ, കാട്ടി കൂട്ടുന്നതെല്ലാം ഇങ്ങനെയല്ലേ എന്ന് ശ്രീദേവിയോട് പറയുമ്പോൾ ഗോമതിക്കും അതുപോലെ മിത്രയ്ക്കും ഒരു വല്ലാതെ ആവാൻ കേട്ടോ. ശ്രീദേവിയോട് ആര്യൻ്റെ കുറ്റം പറഞ്ഞപ്പോൾ എന്നിട്ട് അവളെ എന്തായാലും വെള്ളമൊക്കെ കൊടുത്തിട്ട് മോളൊരു കാര്യം ചെയ്യും, അകത്തേക്ക് ചെന്ന് വിശ്രമിക്കുക, ഞാൻ ഇച്ചിരി മോരുവെള്ളം എടുത്തിട്ട് വരാം, മോളെ ചെല്ലെന്നും പറഞ്ഞ് ഗോമതിയെ പോലും പിടിക്കാൻ സമ്മതിക്കാതെ മിത്രയെ വലിച്ചു പിടിച്ചും കൊണ്ട് കട്ടിലി കൊണ്ടിരുത്താട്ടോ ശ്രീദേവി. എന്നിട്ട് മോരുവെള്ളമൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. മോരുവെള്ളം കുടിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലും അച്ഛനും അമ്മയും വെയിലത്തൊക്കെ പോയിട്ട് തളർന്നു വന്നാലേ ഇതുപോലൊരു ക്ലാസ് ഞാൻ കൊടുക്കും, അവർ രണ്ടുപേരും അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ ടപ്പേന്നെല്ലാം തീരുമെന്ന് പറയട്ടോ. അപ്പോൾ ഗോമതി ചോദിക്കുന്നു, ടപ്പേന്ന് തീരൂ, അങ്ങനെയല്ല ക്ഷീണമൊക്കെ തീരുമെന്ന് ഞാൻ പറഞ്ഞത്, ഇത് മോള് കുടിക്കുമെന്ന് പറയാട്ടോ. അല്ലെങ്കിലും കാറിൽ വന്നാൽ പോരായിരുന്നു ഞങ്ങളുടെ കൂടെ, എന്തിനാ ബൈക്കിൽ വന്നത് എന്ന് ശ്രീദേവി ചോദിക്കാട്ടോ മിത്രയുടെ അടുത്ത്. അപ്പം വീണ്ടും ഗോമതി വല്ലാതായിട്ട് പറഞ്ഞ, അല്ല അത് പിന്നെ കാറിൽ സ്ഥലമില്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ വന്നത്, അത് കുഴപ്പമില്ല, കഴിഞ്ഞ കാര്യമല്ലേ, ഇതൊക്കെ ഇപ്പം മാറിക്കോളൂ എന്ന് പറയാട്ടോ. അങ്ങനെ പുറത്ത് ആര്യനോട് ബാലൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇത്ര ലേറ്റായത്. അല്ല അച്ഛാ, അത് തിരിച്ചു പറഞ്ഞ വഴി വണ്ടി കേടായി, എന്നിട്ട് വണ്ടി അവിടെ വെച്ചു, വഴിയിൽ വെച്ചു, കുറേ സമയം നോക്കി, പക്ഷേ പറ്റിയില്ല എടുക്കാനായിട്ട്, അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഓട്ടോ പിടിച്ച് വന്നോ. അപ്പം ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് വന്നു. അത് ശരി, അപ്പോൾ വണ്ടിയും കൊണ്ട് വഴി കൊണ്ടിട്ടിട്ട് ഓട്ടോ പിടിച്ച് വന്നല്ലേ, അതിനൊന്ന് വർക്ക്ഷോപ്പിൽ കൊടുത്ത് നന്നാക്കാനൊന്നും നിനക്ക് തോന്നിയില്ല, പോണെങ്കിൽ അങ്ങ് പോട്ടേന്ന്, പൈസയുടെ വില അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആര്യനും ദേഷ്യം പറഞ്ഞിട്ട്, അപ്പോൾ ആര്യം പെട്ടെന്ന് പറഞ്ഞു, അതെങ്ങനെ വണ്ടി തള്ളാനോ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ നിന്നാൽ അവൾ വീണ്ടും കൂടുതൽ ആ വെയിലത്തുനിന്ന് തളരുകയല്ലേ ഉള്ളൂ, അപ്പം ഇത്ര ഇവിടെ കൊണ്ടാക്കിയിട്ട് ഞാൻ പൊക്കോളാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയാം. ഉടനെ ശ്രീദേവി ഓടിയോന്ന് പറയാം, ആര്യൻ എന്തായി കാണിക്കണേ, അച്ഛനോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്, കുറച്ചുകൂടി മയത്തിൽ സംസാരിച്ചൂടെ. പറയട്ടെ മോളെ പറയട്ടെ, അവൻ ഇതും പറയും ഇതിൻ്റെ അപ്പുറവും പറയും. അപ്പോൾ ഉടനെ ഗോമതി പറഞ്ഞു, എടാ ആര്യ, നീ ചെന്ന് വണ്ടിയൊക്കെ നന്നാക്കാൻ നോക്കൂ, ചെല്ല്, ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു വിടാണ്. എന്നിട്ട് ഉടനെ നമ്മുടെ ശ്രീദേവി ബാലനോട് പറയുന്നുണ്ട്, ബാലച്ച പോട്ടെ, ഒരബദ്ധം ആർക്കും പറ്റുമല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ബാലൻ പറയണം, ഒരു അബദ്ധവും ഒരു തെറ്റുമല്ല, ഒരുപാട് പ്രാവശ്യം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റുകൾ മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അകത്തിരുന്ന് മിത്ര ഇതൊക്കെ കേട്ടിട്ട് മിത്രയ്ക്ക് വല്ലാത്ത നാണക്കേട് തോന്നും കേട്ടോ ആര്യനെ കുറ്റം പറയുമ്പോൾ. എന്നിട്ട് പറയുന്നുണ്ട്, അവൻ മോക്കറിയോ, ഒരു ദിവസം ഗുരുവായൂർ പോകണമെന്ന് പറഞ്ഞ് അമ്മയും മോനും കൂടെ പോയതാണ്, തിരിച്ച് വരുമ്പോൾ ഈ മിത്രയും കല്യാണം കഴിച്ചിട്ട് വന്നിരിക്കുന്നു, അതാ ഇവൻ്റെ സ്വഭാവം എന്ന് പറയാം. അത് ശരി, അപ്പോൾ അങ്ങനെയാണോ ഇവരുടെ കല്യാണം കഴിഞ്ഞത്, എന്നാലും അത് ശരിയാവില്ലല്ലോ, ആരും അറിയാണ്ട് രഹസ്യം ആര് കല്യാണം കഴിച്ചോ, എന്നാലും ആരും ഇത്രക്കാരനായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് അവരെ നിന്ന് കുറ്റപ്പെടുത്താട്ട് ശ്രീദേവി. ഇത് കേട്ടിട്ട് ഗോമതിക്ക് നല്ല ദേഷ്യം പറഞ്ഞിട്ട്, എന്നിട്ട് ഗോമതി പറയുന്നു, മോളൊരു കാര്യം ചെയ്യും, വന്നതല്ലേ ഉള്ളൂ, ചെന്ന് വിശ്രമിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ശ്രീദേവിനെ പറഞ്ഞു വിടുക കേട്ടോ. എന്നിട്ട് ബാലനോട് ബാലേട്ടാ, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല, ഒരിക്കലും ആരെയും ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്, ഇവിടെ ഈ കല്യാണമൊക്കെ നടന്ന സമയത്ത് ആരുണ്ടായിരുന്നു, എല്ലാം അവൻ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്തതല്ലേ, പിന്നെ എന്തിനാണ് അവനിങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ
അപ്പോൾ ഉടനെ ബാലൻ പറയണം, എന്തൊക്കെ തന്നെ ആയാലും അവൻ ചെയ്തത് തെറ്റല്ലാണ്ടാവോ ശ്രീ എന്ന് പറയുമ്പോൾ അത് തെറ്റും കുറ്റമൊക്കെ ഉണ്ടാവാം, പക്ഷേ അത് കുറ്റം പറയേണ്ടത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചല്ല. എന്ത് നാണക്കേടാണെന്നറിയോ, മിത്ര ഇതെല്ലാം കേട്ടുകൊണ്ട് അകത്തിരിക്കണമായിരിക്കും, ശ്രീദേവിയുടെ മുന്നിൽ വെച്ചാണോ നിങ്ങളിതൊക്കെ പറയണം, അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കട്ടോ. അപ്പോൾ ഗോമതി പറഞ്ഞ, കുഴപ്പമുണ്ട്, എല്ലാവർക്കും തെറ്റും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പറയുകയും ചെയ്യാം, പക്ഷേ അത് മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് അല്ല, അവരെ മാറ്റി നിർത്തി പറയണതാണ് മന്ദസ്, അല്ലാണ്ട് ഒരു മൈക്കെടുത്ത് വെച്ച് എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ വലിയ ഗമയിൽ പറഞ്ഞുകൊണ്ട് നടക്കണമല്ല ബാലേട്ടാന്ന് പറയാട്ടോ. അപ്പോൾ ബാലനുടനെ പറയുന്നുണ്ട്, ശരി ഞാൻ ഇനി കടയിൽ പോകണം, നീ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയാട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ബാലേട്ട പിണങ്ങിയാണോ പോണേ? ഞാൻ പിണങ്ങിയെന്നല്ല പോണേ, എന്നെ ആരും മനസ്സിലാക്കണില്ല, അത്രയും ഞാൻ പറയണുള്ളൂ എന്നും പറഞ്ഞിട്ട് ബാലൻ ദേഷ്യം പിടിച്ചങ്ങ് ഇറങ്ങി പോവാണ്. അകത്ത് മിത്രയുടെ അടുത്തേക്ക് വരുവാണ് കേട്ടോ ഗോമതി. എന്നിട്ട് ഗോമതി വന്ന് സമാധാനിക്കുകയാണെങ്കിലും മിത്ര പറയണം, എനിക്ക് ശരീരത്തിനൊരു അസുഖമില്ല അപ്പച്ചി, പക്ഷേ ഇപ്പോൾ ആര്യനെ വഴക്ക് പറഞ്ഞാൽ നല്ല വിഷമമുണ്ടെന്ന് പറയുമ്പോൾ ഗോമതി പറയും, അവൻ്റെ അച്ഛൻ തന്നെയല്ലേ വഴക്ക് പറഞ്ഞാൽ, നീ അതൊന്നും ശ്രദ്ധിക്കണ്ട, സാരമില്ല, അച്ഛൻ ഉപദേശിക്കുകയും ഒക്കെ ചെയ്യാം, അടിക്കുകയും വഴക്കുറയൊക്കെ ചെയ്യാം, പക്ഷേ ഇപ്പം കാണിച്ച് ശരിയായില്ല അപ്പച്ചി, അതും ശ്രീദേവി ചേച്ചിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയാമോ, എന്ത് നാണക്കേട്, എനിക്കത് സഹിക്കാൻ പറ്റില്ല, അങ്കിളിനെയാണ് വേറെ ആരുടെയെങ്കിലും മുന്നിൽ വെച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പച്ചിക്ക് സഹിക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ എനിക്കും എന്ന് പറയുന്നത് നിൽക്കുക. ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.